RSSന്റെ സ്ഥാപക നേതാവിന്റെ പേരിൽ ഒരു ബഡ് സ്കൂൾ ഉണ്ടാക്കാനുള്ള തീരുമാനമുണ്ടാകും. ഇത് നോക്കൂ, നമ്മളെ സമൂഹത്തിൽ അങ്ങ് പറയുന്നു നേരത്തെ ഇവിടെ കോട്ടയ്ക്കകത്തൊരു വഴിക്ക് പേരിടുന്നുണ്ട്, അവിടെ പേരിടുന്നുണ്ട്, ഇവിടെ പേരിടുന്നുണ്ട് എന്നൊക്കെ. ഇത് സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ദേശനിർമ്മിതിയുടെ ഭാഗമായ നമ്മുടെ പ്രധാനമന്ത്രിമാരുടെയോ നമ്മുടെ രാഷ്ട്രത്തെ നയിച്ച നേതാക്കളുടെയോ ഒക്കെ പേരുകൾ പലയിടങ്ങളിൽ ഇടാറുണ്ട്. പക്ഷേ ഹെഡ്ഗേവാർ അറിയപ്പെടുന്നത് RSSന്റെ സ്ഥാപകൻ എന്ന നിലയ്ക്കു തന്നെയാണ്. ഹെഡ്ഗേവാറിന്റെ പേരിടുമ്പോഴുണ്ടാകുന്ന വിമർശനങ്ങളെ BJP ചെറുക്കുന്നത് അദ്ദേഹം ഒരു ദേശീയ നേതാവ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല. അദ്ദേഹം RSSന്റെ നേതാവാണ്. ആ പേരിൽ തന്നെ അവിടെ അറിയപ്പെടും, ആ പേരിൽ തന്നെ ഈ സ്ഥാപനം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോഴത്തെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമല്ലേ? ഇതിൽ ചെറിയ രണ്ട് വ്യത്യാസങ്ങൾ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നിങ്ങളിപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ആദ്യം എൻ്റെ സുഹൃത്ത് ശ്രീ സന്ദീപ് വാര്യർക്ക് രണ്ട് മറുപടി കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. അദ്ദേഹം വായിക്കേണ്ടത് രാകേഷ് സിൻഹ എഴുതിയ 2004 പുറത്തിറക്കിയ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്. ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ ഒരു പുസ്തകമുണ്ട് 2004 പുറത്തിറക്കിയത്. അതിൽ മൻമോഹൻ സിംഗും അതേപോലെ തന്നെ രാഹുലും ശ്രീ പ്രണബ് മുഖർജിയൊക്കെ അതിനുശേഷം ഭരിച്ചിരുന്നതാണ്. വാർത്താ വിതരണ വകുപ്പ് മന്ത്രി ഇറക്കിയതാണ്. അതിൽ പറഞ്ഞ ഡീറ്റെയിലാണ് ഞാനീ പറഞ്ഞത്. 1930 താങ്കൾ ചോദിച്ച സംശയം ആ പുസ്തകത്തിലുണ്ട്. അദ്ദേഹത്തിന് ആ പുസ്തകത്തിൻ്റെ പേജ് കീറിക്കളഞ്ഞായിരിക്കില്ല ഞങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വായിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, EMS തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങളൊക്കെ വായിച്ചോണ്ട് EMSൻ്റെ ഒരു പുസ്തകമുണ്ട്. എന്തുകൊണ്ട് അത് CPM-കാർ ഇപ്പോൾ പുറത്തിറക്കുന്നില്ല? ആകെ 2 പുസ്തകമുള്ളൂ. ഒന്ന് CC ലൈബ്രറിയിലുണ്ട്, ഒന്ന് എൻ്റെ കയ്യിലുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ ഹെഡ്ഗേവാർ, the founder of the RSS, a nationalist who participated in the Gandhi-led movement. He continued to be a congressman for a decade more than and participated in 1930 Salt Satyagraha. 8ാമത്തെ പേജ്, in BJP RSS in the service of the right reaction. ഈ പുസ്തകം പുറത്തിറങ്ങിയ വർഷം 1923 വരെ. എൻ്റെ പൊന്ന് സാറേ, ഞാൻ വായിച്ച് കഴിയട്ടെ. 1923 വരെ അങ്ങനെയാണ്. അല്ല സാർ, EMS എഴുതിയ പുസ്തകത്തിൽ താങ്കൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ മാധുവിന് കോപ്പി ഇട്ടേക്കാം. BJP RSS ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ, പേജ് നമ്പർ 8, ഫസ്റ്റ്. 1984 BJP-യുടെ സംസ്ഥാന ഓൾ ഇന്ത്യ സമ്മേളനം. ഇപ്പോ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 10-20 വർഷം, 10-20 വർഷത്തിന് ആദ്യത്തെ ഈ പറയുന്ന BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, അന്നത്തെ പോട്ടെ, 2014 BJP സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം നടപ്പിലാക്കപ്പെടുന്ന അജണ്ടകളെ പറ്റി കൂടി, അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവിടെ ഈ രാഷ്ട്രീയ പ്രതിരോധം ഉണ്ടാവുന്നത്. അല്ല, അതിൽ 2 കാര്യമുണ്ട് മാധു. ഈ രാഷ്ട്രീയ പ്രതിരോധം ഉണ്ടാകാം, അതുകൊണ്ട് ചരിത്രത്തെ നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. ചരിത്രത്തിന്റെ അഭിപ്രായങ്ങൾ RSSനെ കണ്ടതുപോലെ ആയിരിക്കില്ല ഇന്ന് EMSന്റെ പ്രസ്ഥാനം RSSനെ കാണുന്നത്. അന്ന് അധികാരത്തിലില്ലാത്ത, അന്ന് BJP അധികാരത്തിലില്ല, അന്ന് BJP RSSന്റെ നയങ്ങൾ അങ്ങനെ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി BJP ഇല്ല. ആ ഘട്ടത്തിൽ EMS കാണുന്നത് പോലെയല്ല ഇന്ന് EMSന്റെ പിൻഗാമികളാവുന്ന ഇവിടെ ഭരണം നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഒരുപക്ഷെ ഹെഡ്ഗേവാറിനെ വായിക്കുക. അത് ചരിത്രം ആവശ്യപ്പെടുന്ന ഒരു പുനർവായനയല്ലേ? അങ്ങനെയല്ല, പുനർവായനയിലെ ആളുകളുടെ വ്യക്തികളുടെ ചരിത്രത്തെ മാറ്റി പറയരുത്. മാധു ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് മാധുവിനെ കുറച്ച് നാൾ ഭയമുണ്ടായി എന്നുള്ളത് കൊണ്ട് മാധു ചെയ്ത കാര്യത്തെ തെറ്റായോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നോ ചെയ്യുന്നത് ശരിയാണോ എന്ന് ജനങ്ങൾ നിശ്ചയിക്കട്ടെ. ഓരോ കാലഘട്ടത്തിലും ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അതിനുശേഷം അദ്ദേഹം വളരുമ്പോൾ അത് ശരിയാണെന്ന് അതിന് പച്ചമല്ല വളർന്നത്. അദ്ദേഹത്തിന്റെ ഹെഡ്ഗേവാറിന്റെ പിൻഗാമികൾ പിന്നീട് രാഷ്ട്രീയം ഭരണത്തിലേക്ക് വരുമ്പോൾ അവർ നടപ്പിലാക്കുന്ന അജണ്ടകളുടെ പേരിലാണ് ഇന്ന് വിമർശിക്കപ്പെടുന്നത് രാഷ്ട്രീയമായി. അജണ്ടകളെ വിമർശിക്കാം, ആ വ്യക്തിയുടെ ചരിത്രം തെറ്റായിരുന്നു എന്നും അന്ന് ഈ പിൻഗാമികളാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഈ പറയുന്ന സ്ഥാപനം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വ്യത്യാസമില്ലല്ലോ. അദ്ദേഹം അതിനുശേഷം ചരിത്രപരമായി തെറ്റും മരിച്ചും പോയി. അദ്ദേഹത്തെ ചരിത്രപരമായി തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അദ്ദേഹത്തിനെ വിമർശിക്കുന്നത്? RSSന്റെ സ്ഥാപകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളുണ്ട്. ഇപ്പം ഈ പറയുന്ന ആഭ്യന്തര ശത്രുക്കളുമായി ബന്ധപ്പെട്ട പരാമർശമൊക്കെ ശ്രീ സന്ദീപ് വാര്യർ നടത്തുന്നുണ്ടായിരുന്നു. അന്ന് അത് ആ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയത്തെയോ ഇപ്പോൾ കേരളത്തിൽ കേന്ദ്ര സർക്കാരും കേരളവും തമ്മിൽ വളരെ വ്യക്തമായ ആശയപ്രശ്നങ്ങളുണ്ട്. ഈ രാഷ്ട്രീയത്തെ ഒന്നും നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധത്തിന്റെ സമാനമായ സാഹചര്യം ഒന്നും അന്നില്ല. ആ ഘട്ടത്തിൽ വായിക്കപ്പെട്ടതുപോലെ ഇന്ന് അദ്ദേഹത്തിന് പിൻഗാമികൾ വായിക്കണമെന്നുണ്ടോ? പ്രതിഷേധം അന്നത്തെ പോലെ ആയിരിക്കും. തീർച്ചയായും പ്രതിഷേധിക്കാം, ഞാൻ പറഞ്ഞല്ലോ പ്രതിഷേധിക്കാം. പക്ഷേ ഇതാണ് ചരിത്രം, ഇതാണ് പറഞ്ഞത്. അവർ തന്നെ പറഞ്ഞതാണ് 2 കാലഘട്ടത്തിലും അവരുടെ ഉന്നതരായ നേതാക്കൾ പറഞ്ഞ. അല്ല, ഒരു കാര്യം കൂടി, ഇപ്പോൾ SNDP സംബന്ധിച്ചിടത്തോളം ആ പറയുന്ന കണക്കുകൾ, ഞാൻ ചരിത്രം ബാക്കിയുള്ള ചരിത്രമൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ ആകെയുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 12,600 സ്കൂളുകളാണ് ഉള്ളത്. അതിൽ എയ്ഡഡ് സ്കൂൾ 7,027. അതിൽ SNDPക്കുള്ളത് 37 സ്കൂളുകളാണ്. അതിൽ വയനാട്, കാസർഗോഡ്, മലപ്പുറത്ത് ഒരൊറ്റ സ്കൂളുകളില്ല.
അതുപോലെ തന്നെ SNDPക്ക് ആകെ 1 മുതൽ 10 വരെ പഠിപ്പിക്കുന്ന സ്കൂൾ പഠിക്കുന്നത് ഈ വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ വിപുലമായി അതുകൊണ്ട് അങ്ങനെ കണക്ക് പറയേണ്ടതില്ല. അങ്ങ് ഉന്നയിക്കുന്ന കാര്യം എനിക്ക് വ്യക്തമാകുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പരാതി ശ്രീ വെള്ളാപ്പള്ളി നടേശനുണ്ടെങ്കിൽ അദ്ദേഹം ആരെയാണ് കുറ്റം പറയേണ്ടത്? അദ്ദേഹം രണ്ടുപേരും കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ. ആരൊക്കെ? ഇത് അല്ല ഒരേപോലെ LDFും UDF ഉത്തരവാദികളാണ്. കാരണം +2 അനുവദിച്ചപ്പോ ഒരു സ്കൂൾ പോലും കിട്ടാതെ അദ്ദേഹം UDFനെയും LDFനെയാണ് കുറ്റം പറയേണ്ടത്. അദ്ദേഹം പക്ഷെ പറഞ്ഞത് ആരെയാണ്? മുസ്ലിം ലീഗാണല്ലോ അതിനകത്തൊരു കക്ഷി. മുസ്ലിം ലീഗാണല്ലോ ആ കാലഘട്ടത്തിൽ പറഞ്ഞത്. മുസ്ലിം ലീഗിനെയും അല്ല, അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്. മലപ്പുറത്ത് സ്വാതന്ത്ര്യത്തിന്റെ വായു കിട്ടുന്നില്ല. ഞാൻ മലപ്പുറത്തെ കണക്ക് പറയുമ്പോൾ അത് പറയിപ്പിക്കുന്നില്ല. മലപ്പുറത്തെ കണക്ക് പറയുമ്പോൾ മലപ്പുറത്ത് അങ്ങനെ ഒരു പരാധീനത SNDP അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറ്റം പറയേണ്ടത് രാഷ്ട്രീയ പാർട്ടികളെയാണ്. അദ്ദേഹം കുറ്റം പറയുന്നത് മലപ്പുറത്തെയാണ്. മലപ്പുറത്ത് സ്വാതന്ത്ര്യത്തിന്റെ വായു കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് പറയുമ്പോൾ മാധുവിന് തന്നെ ഞാൻ കണക്കുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര ഭയം? ഒരു ഭയവുമല്ല. ആ കണക്ക് ഞാൻ സമ്മതിച്ചു. വെള്ളാപ്പള്ളി നടേശന് കണക്കുകൾ മാത്രം വിശ്വസിച്ചാൽ നൂറോളം സ്കൂളുകളുള്ള ഒരു ജില്ലയിൽ 100ഓളം സ്കൂളുകളുള്ള ഒരു ജില്ല. വെള്ളാപ്പള്ളി നടേശനും SNDPക്കും ഒരുപക്ഷെ കാര്യങ്ങൾ തുടങ്ങാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണെങ്കിലോ? എത്ര പ്രാവശ്യം +2 സ്കൂളിന് അപേക്ഷ കൊടുത്തു? എത്ര പ്രാവശ്യം നിരസിക്കപ്പെട്ടു? എത്ര പ്രാവശ്യം വെള്ളാപ്പള്ളി ആരാണ് നിരസിച്ച? അവിടുത്തെ പൊതുജനമല്ലല്ലോ, പൊതുജനമാണെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. പക്ഷെ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ സ്വാതന്ത്ര്യത്തിന് വായു കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പൊതുജനത്തെ ഭൂമികയുമാണോ സർക്കാരിനെയോ രാഷ്ട്രീയ പാർട്ടികളെയാണോ അദ്ദേഹം വിമർശിക്കുന്നത്? അപ്പൊ രാജ്യത്തെ വിമർശിക്കുമ്പോൾ, നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോൾ മുഴുവൻ ഹിന്ദുക്കളാണോ നിങ്ങൾ വിമർശിക്കുന്നത്? അല്ലല്ലോ. എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഒരു പ്രദേശത്തെ വിമർശിക്കുമ്പോൾ അല്ലെ നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോൾ ഹിന്ദുക്കളല്ലല്ലോ വിമർശിക്കുന്നത്. പക്ഷെ നരേന്ദ്രമോദി വിമർശിക്കുമ്പോൾ അയ്യോ ഹിന്ദുക്കളെയാണോ അല്ലയോ രാജ്യത്തെയാണോ എന്ന് പറയുന്നത് BJP തന്നെയാണ്. നിങ്ങൾ പറയുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? നിങ്ങളുടെ ബോധ്യമല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്നാണ്. അതായത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, അവിടെ ഞങ്ങൾക്ക് അനുമതി കിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, അവിടെ സ്വാതന്ത്ര്യത്തിന്റെ വായു സമുദായാംഗങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതൊരു ഭൂമികയെ പറ്റിയാണ്. അദ്ദേഹത്തിന് മറ്റ് 13 ജില്ലകളെ ഭൂമികയെ പറ്റി എന്നുള്ളത് മാധു അതിനോട് ഭാഷ്യമാണ്. രാഷ്ട്രീയ പാർട്ടിയാണോ? അല്ല. പക്ഷെ മലപ്പുറത്ത് അത്തരത്തിലുള്ള വിവേചനം നടക്കുന്നു എന്ന് പറയുമ്പോൾ ആരാണ് വിവേചനത്തിന്റെ ഉത്തരവാദി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതാണ് അദ്ദേഹം പറയുന്നത്. സർക്കാരാണ്. ഇതിപ്പോ തീരുമാനം എടുക്കേണ്ടത് ഒരു ക്യാബിനറ്റ് ആണ്. ഈ ക്യാബിനറ്റ് ഈ സർക്കാർ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി അവിടെ പോയി സർക്കാരല്ല എന്ന് പറഞ്ഞിട്ടില്ല, സർക്കാരാണെന്ന് പറഞ്ഞില്ല. എന്തിനാണ് നിങ്ങൾ മലപ്പുറം എന്ന് പറഞ്ഞു? മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ മാത്രമാണ്. അവിടെ 25% ഹിന്ദുക്കളുണ്ട്. അവിടെ 25% ഹിന്ദുക്കളുണ്ട്, 15% ക്രിസ്ത്യൻസ് ഉണ്ട്. അതെന്തിനാ മലപ്പുറത്ത് ശ്വാസമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നതാണ് വിമർശനം ഉണ്ടാകുന്നത്. ശ്രീ PR ശിവശങ്കർ ഇടവേള.